അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറല്ലാഹ്. ആദരണീയരായ സഹോദരങ്ങളെ, അയ സോഫിയ എന്ന ലോകത്തെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദേവാലയമാണ്. അയ സോഫിയ ദേവാലയത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഇന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അതേക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ ഒരു പഠനം അനിവാര്യമാണ്. പൗരസ്ത്യ ക്രൈസ്തവ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാന ദേവാലയമായിരുന്നു അയ സോഫിയ. തുർക്കിയിലെ ഇസ്തംബൂൾ എന്ന് പറയുന്ന നഗരത്തിലെ വളരെ വർണ്ണമനോഹരമായ ഒരു കെട്ടിടമാണ് ഇന്ന് മസ്ജിദായി ഉപയോഗപ്പെടുത്തുന്ന ആ മഹത്തായ സ്ഥാപനം. ഇതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് വൈവിധ്യമാർന്ന ചരിത്രങ്ങളുണ്ട്. കോൺസ്റ്റന്റീൻ ചക്രവർത്തി വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ മകൻ കോൺസ്റ്റന്റിനസ് നിർമ്മിച്ചു എന്നാണ് ഒരു ചരിത്രം. ക്രിസ്തുവർഷം 360 ഫെബ്രുവരി 15 അവിടെ ആരാധന ആരംഭിച്ചത് എന്നും ചില ചരിത്ര രേഖകളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. തവാരീഖെ കുസ്തന്തീനിയ എന്ന് പറയുന്ന ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ കുസ്തന്തീനിയ എന്ന അറബിയിൽ പറയുന്നത് ഇസ്തംബൂൾ എന്ന് പറയുന്ന ആ നഗരം അഥവാ കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്ന പ്രദേശമാണ്. കോൺസ്റ്റന്റീൻ ചക്രവർത്തിയുടെ ഭാര്യ ആസോഫിയ അവർ ചെറുപ്രായത്തിൽ തന്നെ അഥവാ യൗവനത്തിൽ തന്നെ മരണപ്പെട്ടു പോയി. അവർക്ക് വല്ലാത്തൊരു ആഗ്രഹമുണ്ടായിരുന്നു ഒരു ഉയർന്ന ചർച്ച് നിർമ്മിക്കണമെന്ന്. അങ്ങനെ ഒരു ഉയർന്ന ചർച്ച് നിർമ്മിക്കണമെന്ന് അവർ ആഗ്രഹിച്ച പ്രത്യേക പശ്ചാത്തലത്തിൽ ഫിറങ്കിസ്ഥാനിൽ നിന്നൊരു ശില്പിയെ കൊണ്ടുവന്ന് 150 അടി താഴ്ചയിൽ അടിഭാഗം കീറി മനോഹരമായ കെട്ടിടമുണ്ടാക്കാൻ ആരംഭിച്ചു. അദ്ദേഹം ആ കെട്ടിടത്തിൻ്റെ രൂപകൽപ്പന നൽകി മുഴുവിപ്പിക്കാതെ നാടുവിട്ടു എന്നാണ് പറയുന്നത്. പിന്നീട് 10 വർഷം കഴിഞ്ഞ് തിരിച്ചെത്തി കുംഭഗോപുരമടക്കം നിർമ്മിച്ചു എന്നും പറയപ്പെടുന്നു. താഴികക്കുടമടക്കം എല്ലാം പൂർത്തിയാക്കി ആ ശില്പി അത് ഭംഗിയായി നിർമ്മിച്ചു. ആ ചരിത്രത്തിൽ കാണുന്നത് 3,60,000 സ്വർണ്ണക്കട്ടികൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി എന്നാണ്. അലിയുൽ അറബി ഇല്യാസ് എന്ന് പറയുന്ന ചരിത്രകാരൻ്റെ ഉദ്ധരണി അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ തവാരീഖെ കുസ്തന്തീനിയ അത് അവലംബിച്ചുകൊണ്ടുള്ള ഉദ്ധരണി അനുസരിച്ച് ആ ഗ്രന്ഥത്തിൻ്റെ മുഴുവൻ പേർ തവാരീഖെ കുസ്തന്തീനിയ വ അയാ സോഫിയ, ഇതാണ് ഗ്രന്ഥം. അതിൽ പറയുന്നത് കുസ്തൂനിയൻ ചക്രവർത്തി നിർദ്ദേശിച്ചത് പ്രകാരം ഇഗ്നാത്തൂസ് എന്ന ശില്പി അത് നിർമ്മിച്ചു എന്നാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, പരിശുദ്ധ തിരുദൂതരുടെ സദസ്സിൽ നടന്ന ഒരു ചർച്ച. ചില പ്രദേശങ്ങളൊക്കെ മുസ്ലിങ്ങൾ കീഴടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പ്രവചിച്ചിരുന്നു. അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് ബിൻ അബി ഷൈബ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച നീണ്ടൊരു ഹദീസുണ്ട്. സമീഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ല തുഫ്തഹന്ന, നബി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ തീർച്ചയായും കീഴ്പ്പെടുത്തും, നിങ്ങൾ കീഴടക്കും. ല തുഫ്തഹന്നൽ കുസ്തന്തീനിയത്തു ഫല നിഅമൽ അമീറു അമീറുഹ വല നിഅമൽ ജയ്ഷു ദാലിക്കൽ ജയ്ഷ്. അത് കീഴടക്കുന്ന സേനാ നായകൻ, അതുപോലെ തന്നെ ആ സൈന്യം, അവരെക്കുറിച്ചൊക്കെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകർ പുകഴ്ത്തി പറഞ്ഞത് കാണാൻ കഴിയും. അവർ നല്ല സൈന്യമാണ്, നല്ല സേനാ നായകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഒരു ചർച്ച നടന്നു. അയ്യുൽ മദീനത്തൈനി തുഫ്തഹു അവ്വലൻ, ഏത് നഗരമാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആദ്യമായി കീഴടക്കുക? അൽ കുസ്തന്തീനിയത്തു ഔ റൂമിയ, റോമാണോ അതല്ല കോൺസ്റ്റാന്റിനോപ്പിളാണോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തു ഹിർക്കല തുഫ്തഹു അവ്വലൻ, ഹിർക്കലിൻ്റെ നഗരമാണ് നിങ്ങൾ ആദ്യം കീഴടക്കുക. അന്ന് റോമും പേർഷ്യയുമാണല്ലോ പ്രധാനമായി ഉള്ള രണ്ട് വൻ ശക്തികൾ. യാനി കുസ്തന്തീനിയത്ത, ഉദ്ദേശിച്ചത് കോൺസ്റ്റാന്റിനോപ്പിളിനെയാണ്. അത് നിങ്ങൾ കീഴടക്കുമെന്ന് നബി തങ്ങൾ പ്രവചിച്ചു. അങ്ങനെ അബ്ദുല്ലാഹിബ്നു അംർ ബിൻ അസ് റളിയല്ലാഹു തആല അൻഹു ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ വെച്ച് ഈ ചർച്ച നടന്നതും ആ ചർച്ചയുടെ വിശദാംശങ്ങൾ അദ്ദേഹം സൂക്ഷിച്ചതും ചരിത്രത്തിൽ കാണുന്നത് ഫദഅ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു ബി സുന്ദൂഖിൻ ലഹു, ഒരു പെട്ടി കൊണ്ടുവന്നു. അദ്ദേഹം ഒരു പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. ഫഅഖ്റജ മിൻഹു കിതാബൻ, ഒരു രേഖ അതിൽ നിന്ന് പുറത്തെടുത്തു. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചു, ബൈനമാ നഹ്നു ഹൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നക്തുബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നബി തങ്ങൾ പറയുന്നത് ഞങ്ങൾ രേഖപ്പെടുത്തി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് ഒരാൾ ചോദിച്ച ചോദ്യമാണിത്, ആ ചോദ്യത്തിൻ്റെ മറുപടിയാണിത്. അങ്ങനെയാണ് കുസ്തന്തീനിയ എന്ന് പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ മുസ്ലിങ്ങൾ കീഴടക്കുമെന്ന് പറഞ്ഞത്. അങ്ങനെ മുസ്ലിങ്ങൾ അത് കീഴടക്കി. ചരിത്രത്തിൽ ഈ ആരാധനാലയത്തിൻ്റെ നാൾവഴികൾ കാണുന്നത് AD 562 മുതൽ 1204 വരെയും അതിനുശേഷം 1261 മുതൽ 1453 വരെയും ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയുടെ പാത്രിയാർക്കീസിൻ്റെ ആസ്ഥാനമായിരുന്നത്. അങ്ങനെ തന്നെ ചരിത്രത്തിൽ കാണാൻ കഴിയും. നിങ്ങൾക്ക് നെറ്റിലൊക്കെ പരിശോധിച്ചാൽ ഇത് ലഭ്യമാണ്.
ഇതിനിടയ്ക്ക് 1204 മുതൽ 1261 വരെ കാത്തോലിക്ക കത്തീഡ്രലായും അത് ഉപയോഗിച്ചു. ഒരു കത്തീഡ്രൽ എന്ന രീതിയിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ കേന്ദ്രമായി അത് പ്രവർത്തിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുവർഷം 360 നിർമ്മിച്ചത്. പിന്നീട് ഭൂകമ്പം, അഗ്നിബാധ പലരും അതിനെ ബാധിച്ചിട്ടുണ്ട്. പലതും അതിനെ ബാധിച്ചുകൊണ്ട് അതിന് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. 404 ജൂൺ 20 ബിഷപ്പ് ക്രിസോസ്റ്റം എന്ന് പറയുന്ന പാതിരിയെ സ്ഥാനഭ്രഷ്ടനാക്കിയതിൻ്റെ ഫലമായി ഉണ്ടായ പ്രശ്നത്തിൽ അത് കത്തി നശിച്ചു. അന്നൊരു പ്രശ്നം അവിടെ ഉണ്ടായി. 415 ഒക്ടോബർ 8 അത് പുനർനിർമ്മിച്ചു. ക്രിസ്തുവർഷം 532 ജനുവരി 13 വീണ്ടും കത്തിച്ചു ചില പ്രശ്നങ്ങളാൽ. ജസ്റ്റീനിയൻ ചക്രവർത്തിയാണ് പിന്നീട് അതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തത്. അദ്ദേഹം പുനർനിർമ്മാണം ഏറ്റെടുത്തു. ട്രാൻസിലെയും മിലറ്റസിലെയും പ്രഗത്ഭരായ നല്ല ശില്പകലാ വിദഗ്ധന്മാരെ കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹം അത് പണിതു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. 5 വർഷവും 10 ദിവസവും എടുത്തു അത്രേ. അങ്ങനെ 537 ഡിസംബറിലാണ് അത് തുറന്നു കൊടുത്തത്. അന്ന് ചക്രവർത്തി പറഞ്ഞൊരു വാചകമുണ്ട്, ശലമോൻ, ഞാൻ അങ്ങയെ കടത്തി വിട്ടിരിക്കുന്നു. അദ്ദേഹം ഉദ്ദേശിച്ചത് ചരിത്രം പറയുന്നുണ്ട്, ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ചാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച ബൈത്തുൽ മുഖദ്ദസിനേക്കാൾ എൻ്റെ പള്ളി, എൻ്റെ ചർച്ച് വളരെ മികച്ചു നിൽക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ വാചകത്തെ വ്യാഖ്യാനിച്ച ചില ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുള്ളത്. 558 മെയ് 7 ഭൂകമ്പത്തിൽ വീണ്ടും തകർന്നു. കുംഭഗോപുരത്തിനാണ് തകർച്ച കാര്യമായി പറ്റിയത്. 562 ഡിസംബർ 24 വീണ്ടും തുറന്നു. ഇങ്ങനെ ചരിത്രത്തിൻ്റെ നാൾവഴികൾ പരിശോധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. ഇതൊക്കെ ചരിത്രത്തിൽ ഉല്ലേഖിതമാണ്. 1453 ഒട്ടോമൻ ഭരണാധികാരി മുഹമ്മദുൽ ഫാത്തിഹ് എന്ന് പറയുന്ന തുർക്കിയുടെ അഭിമാന സ്തംഭമായ ഒട്ടോമൻ ഭരണാധികാരികളിൽ പ്രധാനിയായ ആ വിജയി ഈ പ്രദേശം മുഴുക്കെ കീഴടക്കി. മുഹമ്മദുൽ ഫാത്തിഹ് കോൺസ്റ്റന്റിനോപ്പിൾ അദ്ദേഹം കീഴടക്കി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ സ്മരണക്ക് ആ പേരിട്ടിരുന്ന പ്രദേശം കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്തംബൂളായി മാറി, അഥവാ ഇസ്ലാം പൂൾ. അതാണ് ഇസ്തംബൂൾ. മുസ്ലിങ്ങൾ കീഴടക്കിയപ്പോൾ ആ നഗരത്തിന്റെ പേര് ഇസ്ലാം പൂൾ എന്നാക്കി. അതാണ് ഇസ്തംബൂൾ. അങ്ങനെ അദ്ദേഹം ആ പ്രദേശത്ത് കടന്നു വന്ന് ഈ മനോഹരമായ പള്ളി നമസ്കാരത്തിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട് ആ സ്ഥലവും പള്ളിയും വില കൊടുത്തു വാങ്ങി. വില കൊടുത്തു വാങ്ങിയതാണ്, പിടിച്ചടക്കിയതല്ല, കയ്യേറിയതല്ല. അന്നത്തെ ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരുടെയും ഇത്തരം പള്ളികളും പ്രോപ്പർട്ടികളും അവർക്ക് സ്വന്തമായി വിൽക്കാനും നിലനിർത്താനും ഒക്കെ അവകാശമുണ്ടായിരുന്നു. ഇസ്ലാമിലെ വഖഫ് പോലെയല്ല. ഇസ്ലാമിലൊരു സംഗതി വഖഫ് ചെയ്താൽ വാക്കിഫിന് പോലും പിന്നെ അത് വിൽക്കാൻ കഴിയില്ല. അത് അള്ളാഹുവിൻ്റെ മേൽ വഖഫ് ചെയ്യപ്പെട്ട ഡെഡിക്കേറ്റഡ് പ്രോപ്പർട്ടി ഓഫ് ഗോഡ് എന്ന് പറയും. ദൈവാർപ്പിതമായ സമ്പത്താണത്, പിന്നെ അതൊന്നും ചെയ്യാൻ കഴിയില്ല. വില കൊടുത്തു വാങ്ങിയതാണ്. 1453 മെയ് 29 ഈ വിജയദിനമായി ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ചർച്ച് പള്ളിയായി മാറി. അവിടെയുള്ള ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് മതപരിവർത്തിതരായി. നിർബന്ധ മതപരിവർത്തനം എന്നൊരിക്കലും പറയാൻ കഴിയില്ല. നിർബന്ധിച്ചൊരു മനുഷ്യനെയും മതപരിവർത്തനം നടത്താൻ കഴിയില്ല. ആ പള്ളിയുടെ അഥവാ ചർച്ചിന്റെ അന്നത്തെ നിലനിൽപ്പ് ജെറുസലേമിലേക്ക് മുഖമായി കൊണ്ടാണ്. കാരണം ജെറുസലേമിനാണ് ബൈത്തുൽ മുഖദ്ദസ്. അതേസമയത്ത് പരിശുദ്ധ കഅബ എന്ന് പറയുന്നത് തെക്ക് വശത്താണ്. തെക്ക് വശത്തേക്ക് മെഹ്റാബ് പോലെ സൗകര്യങ്ങളൊക്കെ ആക്കി. സുൽത്താൻ രണ്ടാമൻ ഒരു മിനാരം നിർമ്മിച്ചു. സലീം രണ്ടാമൻ കിഴക്കേ മൂലയിൽ മറ്റൊരു മിനാരം നിർമ്മിച്ചു. മുറാദ് മൂന്നാമൻ 2 മിനാരങ്ങൾ ഉണ്ടാക്കി. 1250 ലിറ്റർ സംഭരണ ശേഷിയുള്ള 2 വെണ്ണക്കൽ ജലസംഭരണികൾ ഉണ്ടാക്കി. ഒരു ചന്ദ്രക്കല അദ്ദേഹം മനോഹരമായി നിർമ്മിച്ചുകൊണ്ട് അതിൽ സ്വർണം പൂശി. ഇങ്ങനെ 16-ാം നൂറ്റാണ്ടിൻ്റെ ദക്ഷിണാർദ്ധത്തിൽ തെക്ക് മക്ബറകൾ ഉണ്ടാക്കി. സലീം രണ്ടാമൻ്റെ ഖബറാണ് അവിടെ ഏറ്റവും പഴയത്. എൻ്റെ തുർക്കി സന്ദർശന വേളയിൽ ഞാൻ ഈ കാര്യങ്ങൾ നോക്കിക്കാണുകയും അവിടെയുള്ള ചരിത്രരേഖകൾ വായിക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് മൂന്നാമനും പൗത്രൻ മുഹമ്മദ് ഇവരൊക്കെ ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. 1847 അതിൻ്റെ നവീകരണം നടത്തി സുൽത്താൻ അബ്ദുൽ മജീദ്. വളരെ മനോഹരമാക്കി. 2 വർഷമെടുത്ത നവീകരണം. വില കൊടുത്ത് വാങ്ങിയ സ്ഥലത്ത് പള്ളി ഭംഗിയാക്കുകയാണ്, കയ്യേറുകയല്ല ചെയ്തത്. കയ്യെഴുത്ത് കലാവിദഗ്ധനായിരുന്ന മുസ്തഫ ഇസ്സത്ത് അഫന്തിയുടെ 8 മനോഹരമായ ലിഖിതങ്ങളും അതുപോലെ തന്നെ മനോഹരമായ കലകളും ചേർത്ത ഫലകം അതിൻ്റെ ഉള്ളിൽ പതിച്ച് ഭംഗിയാക്കി. നീണ്ട ചരിത്രമുണ്ട് ഈ മഹത്തായ കെട്ടിടത്തിന്. ക്രൈസ്തവ ലോകം ഇന്ന് അതിനെതിരെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കുന്നുവെങ്കിൽ അക്കാലഘട്ടത്തിലൊന്നും ക്രൈസ്തവ ലോകം ഇതിൻ്റെ മേൽ ആവശ്യമുന്നയിച്ചിട്ടില്ല. ക്രിസ്തുവർഷം 1453, ഹിജ്റ 587. നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാലമാണത്. പള്ളിയാക്കപ്പെടുന്ന കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പള്ളിയിൽ ആരാധനകൾ നിർവഹിച്ചു വന്ന കാലഘട്ടത്തെക്കുറിച്ച് കൂടി നമ്മൾ പഠിക്കണം. അന്ന് ആരാധന നിർവഹിച്ചു വന്നിരുന്ന ഈ പള്ളിയിൽ ആരും അവകാശവാദം ഉന്നയിച്ചതായി ചരിത്രത്തിൽ എവിടെയും രേഖയില്ല. 1934
അത് മ്യൂസിയമാക്കാൻ തീരുമാനിക്കുകയാണ് കമാൽ അത്താതുർക്ക്. തുർക്കിയിൽ ഒരുപാട് പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന് പാശ്ചാത്യ പരിഷ്കരണം തുർക്കിയിൽ അവിടുത്തെ വിശ്വാസികൾക്ക് വിരുദ്ധമായി അടിച്ചേൽപ്പിച്ച കമാൽ അത്താതുർക്ക് എന്ന് പറയുന്ന ആ തുർക്കിയുടെ നായകൻ ആ പള്ളി മ്യൂസിയമാക്കാൻ തീരുമാനിച്ചു. 1935 മുതൽ അത് മ്യൂസിയമാക്കി. നേരത്തെ തീരുമാനിച്ചുവെങ്കിലും രോഷമടക്കാനൊന്ന് അടച്ചിട്ട് പിന്നീട് അത് മ്യൂസിയമാക്കി. 1929 മുതൽ അടച്ചിട്ടിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അത് മുസ്ലിങ്ങളുടെ രോഷം ശമിപ്പിക്കാൻ കുറച്ച് കാലമെടുത്ത് പിന്നെ മ്യൂസിയമായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 1453 പള്ളിയായി 929 അടച്ചു എന്ന് പറയുമ്പോൾ 476ഓളം കൊല്ലം അവിടെ ആരാധന നിർവഹിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം? അത്ര കാലം പള്ളിയായിരുന്ന മനോഹരമായ കെട്ടിടം 929 അടച്ചു, 35 മ്യൂസിയമാക്കി. ഒരു 100 വർഷത്തോളം, കൃത്യമായി പറഞ്ഞാൽ 91 വർഷത്തെ പാരമ്പര്യം. 6 വർഷം നേരത്തെ അടച്ചിട്ട കാലഘട്ടവും അത് കഴിഞ്ഞിട്ട് പിന്നീട് 85 വർഷം ആരാധനകൾ നിർവഹിച്ച പൂർവ്വകാല പാരമ്പര്യവും എല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം 2005 തുർക്കിയിലെ വഖഫ് ഫൗണ്ടേഷൻ സുപ്രീം കോടതിയിൽ അപേക്ഷ കൊടുത്ത് അത് പള്ളിയാക്കാൻ തുറന്നു തരണമെന്ന് ആവശ്യപ്പെട്ടു. നീണ്ട വാദഗതികൾ നടന്നു. ആ വാദഗതികൾക്ക് ശേഷം 2020 ജൂലൈ 2 വാദം തീർന്നു. ഒരു ഭരണാധികാരിയായ റജബ് തൊയ്യിബ് ഉർദുഖാൻ അത് നേരെ പിടിച്ച് പള്ളിയാക്കുകയല്ല ചെയ്തത്. നിയമ പോരാട്ടത്തിലൂടെ വാദങ്ങൾ കഴിഞ്ഞ ശേഷം കോടതി അംഗീകരിച്ചു. 2020 ജൂലൈ 10 തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നിയമപരമായ ഒരു അവസ്ഥയിലാണ് തുറന്നത്. ബാബരി പള്ളി തകർത്തതുപോലെയല്ല. ഒരു കോടതിയും ആ പള്ളിയല്ലെന്ന് പറഞ്ഞിട്ടില്ല. ആ പള്ളി തകർത്തത് കോടതിയുടെ അനുമതിയോടുകൂടിയല്ല, തകർക്കരുത് എന്ന കോടതി വിധിയെ ലംഘിച്ചുകൊണ്ട് അടിച്ചു പൊളിച്ചതാണ്. ഇതുകൊണ്ട് ഒരിക്കലും മതസൗഹാർദ്ദം തുർക്കിയിൽ തകരുന്നില്ല എന്നതിൻ്റെ തെളിവ് അതിൻ്റെ പേരിൽ ഒരു വർഗീയ സംഘടന ഉണ്ടായിട്ടില്ല. മ്യൂസിയമാക്കിയപ്പോഴുള്ള രേഖകളൊന്നും നശിപ്പിച്ചിട്ടില്ല. ചരിത്രത്തിന് യാതൊരു തരത്തിലുമുള്ള ഭംഗമേറ്റിട്ടില്ല. രേഖാപരമായി എല്ലാം സംരക്ഷിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ നോക്കൂ, ക്രൈസ്തവ സമൂഹം ഇതിനെ എതിർക്കുന്നുവെങ്കിൽ നമുക്ക് ചോദിക്കാൻ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളുണ്ട്. സഹിഷ്ണുതയുടെ മാനദണ്ഡം വിട്ട് ഇസ്ലാം ഒരിടത്തും ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. ഇനി ഏതെങ്കിലും ഭരണാധികാരികൾ അങ്ങനെ ചെയ്താൽ ഇസ്ലാം അത് അംഗീകരിക്കുന്നുമില്ല. ലോകത്ത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പള്ളികളുള്ളത് പലസ്തീനിലാണ്. അതിൽ ഒന്നാമത്തെ പള്ളി നാറ്റിവിറ്റി ചർച്ചാണ്. ബത്ലഹേമിൽ യേശു ജനിച്ചു എന്നവർ വിശ്വസിക്കുന്ന പള്ളി. രണ്ടാമത്തേത് ഗോൽകുത്താൻ മലയിൽ യേശുവിനെ കുരിശിലേറ്റി എന്നവർ വിശ്വസിക്കുന്ന ഹോളി സെഫൽക്കർ ചർച്ച്. ഈ 2 പള്ളികളാണ് പ്രധാനം. അതിൽ ഹോളി സെഫൽക്കർ ചർച്ചിന് കനീസത്തുൽ മഹ്ദി എന്നാണ്, കനീസത്തുൽ ഖിയാമ എന്നാണ് പറയുന്നത്. നാറ്റിവിറ്റി ചർച്ചിന് കനീസത്തുൽ മഹ്ദി എന്ന്. ഇവിടെ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് ജെറുസലേമിലാണ് ഈ പ്രസിദ്ധമായ ഗോൽകുത്താൻ മലയിലെ പള്ളി, യേശുവിനെ കുരിശിൽ തറച്ച പള്ളി. കോൺസ്റ്റന്റീൻ ചക്രവർത്തിയുടെ മാതാവ് ഹെലാന മനോഹരമായി നിർമ്മിച്ച ഒരു പഴയകാല ചർച്ചാണത്. അവിടെയാണ് ക്രിസ്ത്യാനികൾ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് യേശുവിനെ കുരിശിലെത്തിയ സ്ഥലം സന്ദർശിക്കാൻ വരുന്നത്. കുരിശുയുദ്ധ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കി ക്രൈസ്തവ സമൂഹം. 90 വർഷങ്ങൾക്ക് ശേഷം സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി തിരിച്ചു പിടിച്ചു ആ പ്രദേശം. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ആ പ്രദേശം തിരിച്ചു പിടിക്കുമ്പോൾ അവിടുത്തെ ക്രൈസ്തവർ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ പള്ളി പ്രധാനമാണ്, യേശുവിനെ കുരിശിലേറ്റിയ പള്ളിയാണ്, ഞങ്ങൾക്കിവിടെ ആരാധനാ സ്വാതന്ത്ര്യം നൽകിക്കൂടെ? അദ്ദേഹം പറഞ്ഞു, നൽകാം. ആ പള്ളി അഥവാ ക്രൈസ്തവ ചർച്ച് അവർക്ക് വിട്ടുകൊടുത്തു. ക്രിസ്ത്യൻ പള്ളി, ആ ചർച്ച് അവർക്ക് വിട്ടുകൊടുത്തു. അത് മോസ്കല്ല. അങ്ങനെ വിട്ടുകൊടുത്തപ്പോൾ അവർ വിവിധ ഗ്രൂപ്പുകളായിരുന്നു. റോമൻ കത്തോലിക്കർ, സിറിയൻ കത്തോലിക്കർ, ആർമീനിയൻ ക്രൈസ്തവർ, കോപ്റ്റിക് വംശജർ, ലത്തീൻ കത്തോലിക്കർ, ഗ്രീക്ക് വിഭാഗം, ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ അവകാശ തർക്കം ഉന്നയിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ പള്ളിത്തർക്കം ഉണ്ടാകുന്ന പോലെ. എൻ്റെ നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് കരുതി ബഹുമാനപ്പെട്ട സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി താക്കോൽ സൂക്ഷിക്കാൻ 2 കുടുംബത്തെ തിരഞ്ഞെടുത്തു. ഒരു കുടുംബം സൂക്ഷിക്കാനും ഒരു കുടുംബം തുറന്നു കൊടുക്കാൻ ചുമതലപ്പെടുത്തിയത് മദീനയിൽ നിന്ന് വന്ന് താമസിച്ച ഹസ്രജി കുടുംബത്തിൽപ്പെട്ട നുസൈബ് ഇബ്നു കഅബ് റളിയല്ലാഹു തആലയുടെ പരമ്പരയിൽപ്പെട്ട ആ കുടുംബത്തിലെ കാരണവന്മാരെയാണ്. ഇന്ന് ആ ദൗത്യം നിർവഹിക്കുന്നത് ഹാജി വജീഹ് എന്ന് പറയുന്ന ആളാണ്. ഈ ഹാജി വജീഹിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഈ ചരിത്രം ഒരു ഫാദർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ ബൈത്തുൽ മുഖദ്ദസ് സന്ദർശന വേളയിൽ പലപ്പോഴും ജെറുസലേമിൽ വെച്ച് ഇദ്ദേഹത്തെ കാണാൻ എനിക്കും എൻ്റെ കൂടെ യാത്ര ചെയ്ത പലർക്കും അവസരമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം രാവിലെ വരുന്നു, പള്ളി തുറക്കുന്നു, ചർച്ചിൽ അവർ ആരാധന നിർവഹിക്കുന്നു, വൈകുന്നേരം അദ്ദേഹം ചർച്ച് അടച്ചു പോകുന്നു.
ഈ ക്രൈസ്തവ ചർച്ച് തുറക്കുന്നതും അടക്കുന്നതും ഒരു മുസ്ലിമാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ പള്ളി തുറക്കുന്നതും അടക്കുന്നതും ഒരു മുസ്ലിമാണ്. താക്കോൽ സൂക്ഷിപ്പ് അധികാരം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനാണ്. കുടുംബത്തിൽ നിന്ന് അദ്ദേഹം താക്കോൽ കൊണ്ടുവന്ന് തുറക്കും. നേരത്തെ ഒരു കുടുംബം സൂക്ഷിച്ചിരുന്നു, ഇന്ന് അദ്ദേഹം തുറക്കുന്നു. ഈ പ്രക്രിയ കാലങ്ങളായി തുറന്നു വരുന്നുവെന്ന് ആ പള്ളിയിൽ ചുമതലയുള്ള ഒരു ഫാദർ വിശാലമായി എനിക്ക് വിശദീകരിച്ചു തന്നു. ആർക്കും അത് എതിർക്കാൻ കഴിയില്ല. ആര് ചോദിച്ചാലും അവരത് പറഞ്ഞു തരും. ഇതിൻ്റെ തനിയാവർത്തനം മുമ്പും ഉണ്ടായിട്ടുണ്ടല്ലോ. AD 634 ഉമർ റളിയല്ലാഹു തആല 634 ഉമർ റളിയല്ലാഹു തആല ഖുദ്സ് നഗരം കീഴടക്കുമ്പോൾ അംർ ബിൻ ലാസ് റളിയല്ലാഹു തആല അബൂ ഉബൈദ റളിയല്ലാഹു തആല ഇവർ അവിടെയുള്ള ക്രൈസ്തവ നേതാവിനോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുമായി കരാർ ഒപ്പിടണം. ക്രൈസ്തവ നേതാവ് പറഞ്ഞു, നിങ്ങൾ സേനാനായകന്മാരാണ്, നിങ്ങളുടെ അമീർ വരട്ടെ. അവർ പ്രകോപനമുണ്ടാക്കിയില്ല. സൈന്യം കയ്യിലുണ്ടായിട്ടും മദീനയിലേക്ക് സന്ദേശം അയച്ചു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ വന്നു. നീണ്ട യാത്ര. ഉമറുൽ ഫാറൂഖ് തങ്ങൾ വന്ന് രക്തച്ചൊരിച്ചില്ലാതെ ആ പ്രദേശം ഇസ്ലാമിന് കീഴ്പ്പെട്ടു. ഉമർ റളിയല്ലാഹു തആല സ്വീകരിച്ച് അവിടുത്തെ ക്രൈസ്തവ ഭരണാധികാരി സഫറോനിയൂസ് അദ്ദേഹത്തെ കൊണ്ടുപോയി ഈ പറയപ്പെടുന്ന ചർച്ചിൽ കയറ്റി. ഈ ഹോളി സെപൽക്കർ ചർച്ച്. അതിൽ അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിച്ചു. നിസ്കരിക്കാൻ സമയമായി. പാതിരി പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ നിസ്കരിക്കാം, പരാതിയില്ല. ഉമർ റളിയല്ലാഹു തആല നിസ്കരിച്ചില്ല. പുറത്തിറങ്ങി മണലിൽ മുണ്ട് വിരിച്ച് നിസ്കരിച്ചു. ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിസ്കരിച്ചത് നിങ്ങളുടെ പള്ളിയിലാണെങ്കിൽ നാളെ മുസ്ലിങ്ങൾ അതിന് അവകാശവാദം ഉന്നയിച്ചു വരാം. ഖലീഫ നിസ്കരിച്ച സ്ഥലം ഞങ്ങളുടെ പള്ളിയാക്കണം, അല്ലെങ്കിൽ ആണ് എന്നവർ വാദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാനൊരു പ്രശ്നത്തിന് നാമ്പിടുന്നില്ല, അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി നിസ്കരിച്ചു. നിങ്ങൾ അതിലൊന്നും വിചാരിക്കേണ്ടതില്ല. ഖലീഫയുടെ വചനം. ഖലീഫ നിസ്കരിച്ച സ്ഥലത്ത് ഇന്നൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പള്ളിയുടെ പേരാണ് മസ്ജിദ് ഉമറുൽ ഫാറൂഖ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പേര് ആ പള്ളിക്കിട്ടു. ആ പള്ളിയും ഹോളി സെപൽക്കർ ചർച്ചും തമ്മിൽ ചെറിയ അകലം മാത്രമേ ഉള്ളൂ. ഒരു മതിലിൻ്റെ വ്യത്യാസത്തിൽ രണ്ടും തലയെടുപ്പോടെ നിൽക്കുന്നു. എന്തേ ഖലീഫക്ക് ആ ചർച്ചിൽ നിസ്കരിച്ചുകൂടായിരുന്നോ? നിസ്കരിച്ചാൽ അതിൻ്റെ പിന്നിൽ അവകാശവാദം മുസ്ലിങ്ങൾ ഉന്നയിക്കുമെന്ന ഭയമല്ലേ? അന്യൻ്റെ ആരാധനാലയം പിടിച്ചടക്കലാണെങ്കിൽ അങ്ങനെയാണോ ഖലീഫ ചെയ്യുക? എന്തേ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ആ ചർച്ച അവർക്ക് വിട്ടുകൊടുത്തു? എന്തുകൊണ്ട് അദ്ദേഹത്തിന് ബലമുള്ളപ്പോൾ പിടിച്ചു വെച്ചുകൂടായിരുന്നു? അത് നീതിയല്ലാത്തത് കൊണ്ട്. അങ്ങനെ പിടിച്ചു വെച്ച് ആരാധിക്കേണ്ട ആവശ്യം ഇസ്ലാമിനില്ല. ഈലിയാവാസികളായ ആ പ്രദേശത്തുകാർക്ക് മുഴുവൻ എല്ലാ സ്വാതന്ത്ര്യവും ഉമർ തങ്ങൾ പ്രഖ്യാപിച്ച കരാർ ഇന്നും ഉമറുൽ ഖത്താബ് മസ്ജിദിൻ്റെ പുറത്ത് മനോഹരമായി വെണ്ണക്കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനിക്കും ജൂതനും ഒക്കെ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട്, അവരെ നിർബന്ധ മതപരിവർത്തനം പോലും നടത്താൻ പാടില്ലെന്ന് എഴുതിക്കൊണ്ട്. ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഈ സഹിഷ്ണുത അയാസോഫിയുടെ കാര്യത്തിൽ മറക്കരുത്. വളരെ പ്രധാനമായി ഇതിനെതിരെ ചിന്തിക്കുന്ന ആളുകളോട് പറയാനുള്ള, വിനയപൂർവ്വം പറയാനുള്ള കാര്യം, ഒന്ന്, 1453 അത് പള്ളിയായി മാറി. അന്ന് ആരും പരാതിപ്പെട്ടില്ല, ആരും അതിനെതിരെ ഒന്നും പറഞ്ഞില്ല. 567 വർഷം മുമ്പ് വിൽപ്പന നടത്തിയതാണത്. മുസ്ലിങ്ങൾക്ക് വിറ്റതാണ്. മുഹമ്മദുൽ ഫാത്തിഹ് വില കൊടുത്ത് ആവശ്യമായത് ചെയ്തു കൊടുത്തുകൊണ്ട് വാങ്ങിയതാണ്. അന്യ ആരാധനാലയം നേടിയെടുക്കുക എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ബൈത്തുൽ മുഖദ്ദസിൻ്റെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ, ഹോളി സെപൽക്കർ ചർച്ചിൻ്റെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഇസ്ലാമിൻ്റെ മാർഗമല്ലെന്ന് ചരിത്രം പറയുന്നു. ഉമർ റളിയല്ലാഹു തആല നിസ്കരിക്കാൻ അവിടെ തയ്യാറാവാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കൂ. തരിശാപ്പള്ളി ശാസനം. കേരളത്തിൽ ക്രിസ്ത്യാനികൾ ആദ്യം വരുമ്പോൾ കൊല്ലത്ത് അവർക്ക് പള്ളിക്കും ആവശ്യത്തിനും സ്ഥലം കൊടുത്തപ്പോൾ എന്ന് പറഞ്ഞാൽ കൃത്യമായി ചരിത്രം പഠിച്ചാൽ കാണാം, വേണാട്ടു രാജാവ് അയ്യനടി തിരുവടികൾ AD 848 അവർക്ക് ആരാധിക്കാൻ, ക്രിസ്ത്യാനികൾക്ക് ആരാധിക്കാൻ വേണ്ടി ഭൂമി കൊടുക്കുകയാണ്, പള്ളി ഉണ്ടാക്കാനും വീട് വെക്കാനും. അതാണ് തരിശാപ്പള്ളി ശാസനം. അതിൽ ഒപ്പുവെച്ച സാക്ഷികൾ 11 മുസ്ലിങ്ങളാണ്. ചരിത്രം പഠിക്കൂ. ക്രിസ്ത്യാനികൾക്ക് ഭൂമി കൊടുക്കുമ്പോൾ ഹിന്ദു രാജാവിൻ്റെ മുമ്പിൽ സാക്ഷികൾ മുസ്ലിങ്ങൾ. ഇതൊരു സൗഹൃദമല്ലേ? നിങ്ങൾ മലപ്പുറത്ത് വരൂ. എൻ്റെ ക്രൈസ്തവ സഹോദരങ്ങൾ ഞാൻ ക്ഷണിക്കുന്നു മലപ്പുറത്തേക്ക്. മലപ്പുറത്തിൻ്റെ തിരുനെറ്റിയിൽ കുന്നുമ്മൽ, നമ്മുടെ കലക്ട്രേറ്റിൻ്റെ തൊട്ടടുത്ത് മനോഹരമായി തലയെടുത്ത് നിൽക്കുന്ന ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. എന്താണ് അതിൻ്റെ ചരിത്രം? മുനിസിപ്പാലിറ്റി വിലക്കെടുത്ത സ്ഥലം. നേരത്തെ അവിടെ ഒരു ക്രിസ്ത്യൻ ചർച്ച് ഉണ്ടാക്കാനുള്ള ഏർപ്പാടുകൾ അവർ ചെയ്തിരുന്നു. മുനിസിപ്പാലിറ്റി ആ സ്ഥലം ഓഫീസ് ഉണ്ടാക്കാൻ വേണ്ടി നേരിട്ടെടുത്തപ്പോൾ കോഴിക്കോട് ബിഷപ്പ് നേരിട്ട് പാണക്കാട് പൂക്കോയത്തങ്ങളെ ചെന്ന് കണ്ടു. ചരിത്രം പഠിക്കണം. പൂക്കോയത്തങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ പള്ളി ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച സ്ഥലമാണ്, ആ സ്ഥലമാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ അതിന് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തിരുന്ന പണം, ആ പണമെങ്കിലും തിരിച്ചു കിട്ടണം എന്ന രീതിയിലൊക്കെയാണ് സംസാരിച്ചത് എന്ന് പഴയകാല ചരിത്രം പറയും. അന്ന് മുനിസിപ്പൽ ചെയർമാനായിരുന്ന, മലപ്പുറം മുനിസിപ്പൽ ചെയർമാനായിരുന്ന M. അബൂബക്കർ സാഹിബിന് പൂക്കോയത്തങ്ങൾ കത്തെഴുതി കൊടുത്തു, ക്രിസ്ത്യാനികൾ അവിടെ പള്ളി നിർമ്മിക്കട്ടെ, അതിന് സൗകര്യം ചെയ്തു കൊടുത്തു. മലപ്പുറത്തെ തിരുനെറ്റിയിൽ ഇന്നും മനോഹരമായ ആ ക്രൈസ്തവ ചർച്ച് തലയെടുപ്പോടെ നിൽക്കുന്നു. ആർക്കും പരാതിയില്ല. ഒരു അസഹിഷ്ണുതയും മലപ്പുറത്തുകാർ പ്രകടിപ്പിക്കുന്നില്ല.
കോഴിക്കോട് ബിഷപ്പ് പോലും അത്ഭുതപ്പെട്ടു പോയി പാണക്കാട്ടെ പൂക്കോയത്തങ്ങളുടെ ഈ മനോഹരമായ മതസൗഹൃദ സമീപനം കണ്ടുകൊണ്ട്. ഇതാണ് നമ്മുടെ പാരമ്പര്യം, ഇതാണ് ലോകത്തെ മുസ്ലിങ്ങളുടെ പാരമ്പര്യം. ഇന്ത്യയിലെ ബാബരി പള്ളി പോലെയല്ല. ഉറുദുഖാൻ ചെയ്തതിനെ ഇതിനോട് തുല്യപ്പെടുത്താൻ പറ്റില്ല, വില കൊടുത്ത് വാങ്ങിയതിനെ ഇതിനോട് തുല്യപ്പെടുത്താൻ ഒരിക്കലും പറ്റില്ലല്ലോ. ഇനി നിങ്ങൾ ചരിത്രം ലോകത്തൊന്ന് പഠിക്കാൻ ശ്രമിച്ചു നോക്കൂ. സ്പെയിനിൽ എത്ര പള്ളികൾ ചർച്ചാക്കി മാറ്റിയിട്ടുണ്ട്. ഗ്രീസിൽ പള്ളികൾ ചർച്ചാക്കി മാറ്റിയിട്ടില്ലേ? ബഷീറാഗ മസ്ജിദൊക്കെ ചർച്ചാക്കി മാറ്റിയതിൽപ്പെട്ടതല്ലേ? പള്ളി ചർച്ചാക്കി, മുസ്ലിം പള്ളി മോസ്ക് ചർച്ചാക്കി മാറ്റി. ഇന്നും അവിടെ ആരാധന നടക്കുന്നു ക്രൈസ്തവ രീതിയിൽ. കുർത്തുബ, മനോഹരമായ നഗരം കോർഡോവ, അവിടുത്തെ ഗ്രേറ്റ് മോസ്ക്, ആ മോസ്ക് ചർച്ചാക്കിയില്ലേ? മുസ്ലിം പള്ളി ചർച്ചാക്കിയില്ലേ? ഗ്രനഡ, ആ ഗ്രനഡയിലെ ബാഴ്സലോണ മസ്ജിദ് ചർച്ചാക്കിയില്ലേ? എത്ര സ്ഥലങ്ങളിൽ? ബൾഗേറിയയിലെ ബ്ലാക്ക് മോസ്ക് ചർച്ചാക്കിയില്ലേ? അങ്ങനെ ചർച്ചാക്കിയ എത്രയോ അനുഭവങ്ങൾ ലോകത്തുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, ഈജിപ്തിൽ പള്ളി വികസിപ്പിക്കുന്നതിന് വേണ്ടി അവിടുത്തെ മുസ്ലിം ഗവർണർ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല ഒരു ക്രൈസ്തവ സ്ത്രീയുടെ ചർച്ച് പള്ളിയോട് ചേർത്തല്ലോ. ആ സ്ത്രീ അതിനോട് വിയോജിച്ചു. പരാതിയുമായി നേരെ ഖലീഫയുടെ മുമ്പിൽ വന്നു. മഹാനായ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല എന്താണ് വിധി കൊടുത്തത്? ഒരു സ്ത്രീ, ഏത് സ്ത്രീ ആവട്ടെ, ഇനി മുസ്ലിം സ്ത്രീയാണെങ്കിലും ക്രൈസ്തവ സ്ത്രീയാണെങ്കിലും മതമില്ലാത്ത സ്ത്രീയാണെങ്കിലും ആരാണെങ്കിലും, അവളുടെ വീട് ചേർത്തെങ്കിലേ പള്ളി വികസിപ്പിക്കാൻ പറ്റൂ. ചേർത്തു. അവൾക്ക് മതിയായ തുക നഷ്ടപരിഹാരമായി ബൈത്തുൽ മാലിൽ നിക്ഷേപിച്ചു. ഗവർണർ ബലമായി അത് ചേർത്തു പള്ളിയോട്. ആ സ്ത്രീ നേരിട്ട് മദീനയിൽ വന്ന് പരാതി പറഞ്ഞു അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് തങ്ങളോട്. ഖലീഫ നേരെ ഗവർണറെ വിളിച്ച് അംർ ബിൻ ആസ് റളിയല്ലാഹു തആലയോട് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു ആ വീട്. അന്യൻ്റെ അവകാശം പിടിച്ചു വെക്കാൻ പാടില്ല, അതാണ് ഇസ്ലാം. ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ അവകാശം പിടിച്ചു വെക്കാൻ പാടില്ല. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടതാണ്. ആ കാഴ്ചപ്പാടല്ല ഇസ്ലാമിൻ്റെ ലോക ചരിത്രം പഠിച്ച് കാര്യങ്ങളെ വിലയിരുത്തണം. ഹഗിയ സോഫിയ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, അയ സോഫിയ എന്ന് മലയാളത്തിൽ പറയുന്ന ഈ പള്ളി മുഹമ്മദുൽ ഫാത്തിഹ് എന്ന ഇസ്ലാമിക ഭരണാധികാരി വില കൊടുത്ത് വാങ്ങുമ്പോൾ അത് വിൽക്കാൻ പാടില്ലായിരുന്നു എന്ന ബോധം വിൽക്കുന്നവർക്കുണ്ടാകണമായിരുന്നു. അങ്ങനെ മുസ്ലിം സമൂഹം അത് പള്ളിയായി ഉപയോഗിക്കുമ്പോൾ, അത് തുർക്കിയിലെ ഭരണാധികാരി മ്യൂസിയമാക്കുമ്പോൾ, അതിനു മുമ്പ് അടച്ചിടുമ്പോൾ ആർക്കും പരാതി ഉണ്ടായിട്ടില്ല. അന്നൊന്നുമില്ലാത്ത പരാതി അവിടെ സുജൂദ് ചെയ്യുന്നൊരവസരം വന്നപ്പോൾ മാത്രം എന്തുകൊണ്ടുണ്ടായി? ഇനി ചോദിക്കട്ടെ, എന്തുകൊണ്ടത് മ്യൂസിയമാക്കിയപ്പോൾ ക്രൈസ്തവ സഹോദരങ്ങൾ കോടതിയിൽ പോയി അത് ഞങ്ങൾക്ക് വിട്ടുതരണമെന്നൊരു വാദം ഉന്നയിച്ചതായി നമുക്ക് പത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞില്ല? ചരിത്ര രേഖയൊന്നും കാണുന്നില്ല. അങ്ങനെ ഒരു കേസ് ക്രൈസ്തവ സഭ നടത്തേണ്ടേ? ഞങ്ങളുടെ പഴയ പാത്രിയാർക്കീസിൻ്റെ ആസ്ഥാനമായിരുന്നു, അതുകൊണ്ട് അത് മ്യൂസിയമാക്കുന്നത് ശരിയല്ല, ഞങ്ങൾക്കത് ചർച്ചയായി ഉപയോഗിക്കാൻ സൗകര്യം ചെയ്തു തരണം എന്ന് എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല? അതിൻ്റെ മുമ്പ് അത് പള്ളിയായി നിലകൊണ്ടിരുന്ന നീണ്ട കാലഘട്ടം അന്നും അവരെന്തുകൊണ്ട് കോടതിയെ സമീപിച്ചില്ല? അന്താരാഷ്ട്ര തലത്തിൽ ഒരു ചർച്ചയാക്കിയില്ല? അന്നൊന്നുമില്ലാത്തത് ഇപ്പോൾ ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുക, വസ്തുതയായി വിലയിരുത്തുക. ആരാൻ്റെ അവകാശം തട്ടിയെടുക്കുന്നത് ഒരിക്കലും ഇസ്ലാമിക പാരമ്പര്യമല്ല, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ട് ചരിത്രത്തെ ചരിത്രപരമായി വർഗീയ കണ്ണുകൊണ്ട് കാണാതെ വിലയിരുത്താൻ നമ്മളൊക്കെ തയ്യാറായാൽ ക്രൈസ്തവ സഹോദരങ്ങൾക്കും ഹൈന്ദവ സഹോദരങ്ങൾക്കും മുസ്ലിം സഹോദരങ്ങൾക്കുമൊക്കെ ചരിത്രം നൽകുന്ന ഗുണപാഠത്തിലൂടെ, സൗഹൃദത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും. ഇത്തരമൊരു കാഴ്ചപ്പാടാണ് നീതിപൂർവ്വം നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് മാത്രം അഭിപ്രായപ്പെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.